പ്രിയ കൂട്ടുകാരെ, ഇത്തരത്തിലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടേക്കൊന്ന് പോകാനും ആ പ്രദേശങ്ങൾ കണ്ട് മനസ്സ് ആസ്വദിക്കുവാനും നമുക്ക് തോന്നാറില്ലേ? നമുക്ക് അത്തരത്തിലൊരു വീഡിയോ കണ്ടാലോ? ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഇത്തരത്തിൽ യാത്രകൾ ചെയ്യാൻ നമ്മുടെ മനസ്സും ഒരുപാട് കൊതിക്കാറുണ്ട്. നമുക്ക് യാത്രയുടെ ഒരു പാഠം പഠിച്ചാലോ? റെയിൻ ബസേര എന്ന പാഠം എടുക്കുക. അമൃത്ലാൽ വേഗഡ് എഴുതിയ റെയിൻ ബസേര എന്ന പാഠം ഒരു റെയിൻ ബസേരയിൽ നടന്ന സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാഠഭാഗമാണ്. റെയിൻ ബസേര എന്ന് പറഞ്ഞാൽ രാത്രി തങ്ങാൻ സൗജന്യമായി രാത്രി തങ്ങുന്ന ഒരു പ്രദേശമാണ് റെയിൻ ബസേര. ഹോട്ടലുകൾക്ക് പകരമായി രാത്രി ആളുകൾ സൗജന്യമായി തങ്ങുന്ന ഒരു പ്രദേശമാണ് റെയിൻ ബസേര. പാഠഭാഗത്തിലേക്ക് കടന്നാൽ, രാത് കോ തോടി ദേർ കെ ലിയെ മേ ബാഹർ നിക്കൽ ആ ഗയാ ഓർ ആകാശ് കെ തലെ ബൈഠ് ഗയാ. രാത്രി തോടി ദേർ കെ ലിയെ കുറച്ചു നേരത്തേക്ക് മേ ബാഹർ നിക്കൽ ആ ഗയാ, ഞാൻ പുറത്തേക്ക് വന്നു. ഓർ ആകാശ് കെ തലേ ബൈഠ് ഗയാ, ആകാശം നോക്കി താഴെ ഞാൻ ഇരുന്നു. ആകാശത്തിന്റെ കാഴ്ചകൾ കണ്ട് ഞാൻ താഴെ ഇരുന്നു. താരെ ऐसे लग रहा था मानो किसी ने आकाश में सफेद तिल बिखर गया हो. താരെ ऐसे लग रहा है, നക്ഷത്രങ്ങൾ ഇങ്ങനെയാണ് കാണപ്പെട്ടത്. ജൈസെ ഏതുപോലെ, മാനോ കിസിനെ ആകാശ് മേ സഫേദ് തിൽ ബിഖർ ദിയേ ഹോ, എപ്രകാരമാണോ ആകാശത്ത് സഫേദ് തിൽ വെളുത്ത എള്ളുകൾ വിതറിയതുപോലെയായിരുന്നു നക്ഷത്രങ്ങളെ എനിക്ക് കാണപ്പെട്ടത്. ഇസ്ലിയെ ചാന്ദ് നഹീത, ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിലാവ് ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ താരെ ഗുൽക്കർ സാമനെ ആകെ, അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾ എനിക്ക് നന്നായി കാണാൻ കഴിയുമായിരുന്നു. സൂരജ് ചൽത്താ ഹെ അഖേല, താരെ ചൽത്തേ ഹെ ജമാഅത്ത് മേ. സൂരജ് കോൺ ഹെ? സൂര്യൻ. സൂരജ് ചൽത്താ ഹെ, സൂര്യൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? അഖേല, അഖേല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്കാണ്. താരെ ചൽത്തേ ഹെ ജമാഅത്ത് മേ, എന്നാൽ നക്ഷത്രങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണ്? അവ കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. സൂര്യനെ നമ്മൾ പ്രഭാതത്തിലാണ് കാണാറ്, സൂര്യനെ നമ്മൾ എപ്പോഴും ഒറ്റക്കാണ് കാണാറ്. ലേക്കിൻ താരെ കബ് ദിഖ്തേ ഹെ, എപ്പോഴാണ് നക്ഷത്രങ്ങളെ കാണുന്നത്? രാത് കെ സമയം, രാത്രി സമയത്ത്. ഓ കേസെ ദിഖ്തേ ഹെ, അവ എങ്ങനെയാണ് കാണുന്നത്? ഓ ജമാഅത്ത് മേ, അത് കൂട്ടമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അമാവസ് കി രാത് കോ, അമാവാസി രാത്രിയിൽ താരോं का ഭണ്ഡാര, നക്ഷത്രങ്ങളുടെ ഈ കൂട്ടം, താരോं का ഭണ്ഡാര, ഭണ്ഡാര മത്ലബ് സമൂഹ്, കൂട്ടം. ബർത്താ ഹെ, നിറഞ്ഞിരുന്നു. दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कॉमन्स. दिन का ആകാശ്, പ്രഭാതത്തിലെ ആകാശം, ഹൗസ് ഓഫ് ലോർഡ്, പ്രഭുക്കന്മാരുടേത് പോലെയും, രാത് കാ ആകാശ്, രാത്രിയിലെ ആകാശം, ഹൗസ് ഓഫ് കോമൺസ്, സാധാരണക്കാരുടെ പോലെയും ആയിരുന്നു. ഇംഗ്ലണ്ടിലെ രണ്ടു തരം സഭകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൗസ് ഓഫ് ലോർഡും ഓർ ഹൗസ് ഓഫ് കോമൺസും. പ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ ഉയർന്ന വിഭാഗക്കാരുടെ അവരുടെ ഇരിപ്പിടമായിട്ടുള്ള ഹൗസ് ഓഫ് ലോർഡും സാധാരണ ജനങ്ങളുടെ ഇരിപ്പിടമായിട്ടുള്ള ഹൗസ് ഓഫ് കോമൺസിനെയുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ സൈഡിൽ തന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ് ഓർ രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? दिन का आकाश में सूरज अकेला दिख सकता है, रात को तारा दिखता है. दिन का राजा सूरज है, लेकिन रात है चांद और कई तारों से भरा हुआ आकाश है. പ്രഭാതത്തിൽ നമുക്ക് പ്രഭാതത്തിന്റെ രാജാവായിട്ടുള്ള, ആകാശത്തിലെ രാജാവായിട്ടുള്ള സൂര്യനെയും രാത്രിയിൽ നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ ചന്ദ്രനെയും നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ രാത്രി സാധാരണ ജനങ്ങളുടെ പ്രതീകമായിട്ടും പകലിനെ ഉയർന്ന വിഭാഗക്കാരുടെ പ്രതീകമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുബഹ് ആകെ ബഡേ പഗഡണ്ടി ഏകായേക് ഖതർനാക് ഹോ ഗയി. സുബഹ് ആകെ ബഡേ, പ്രഭാതം മുന്നോട്ട് നീങ്ങി. പഗഡണ്ടി ഏകായേക് ഖതർനാക് ഹോ ഗയി. പഗഡണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റയടി പാത എന്നാണ് അർത്ഥം. ഒറ്റയടി പാതകൾ ഏകായേക് പെട്ടെന്ന്, ഖതർനാക് ഹോ ഗയി അത് ഭയാനകമായി തീർന്നുകൊണ്ടിരുന്നു. സറാ ചൂക്കെ, ഒരൽപ്പം തെറ്റ് സംഭവിച്ചാൽ സീതേ പാനിമേ, നേരെ വെള്ളത്തിലേക്കായിരിക്കും. പത്ലി ഹോത്തെ ഹോത്തെ വോ ലുപ്ത് ഹോ ഗയി,
പത്തലി ഹോത്തെ നേർത്തുകൊണ്ട് അത് ലുപ്തു ഹോഗൈ, അത് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കാണാതായിക്കുക അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരുന്നു. ലുപ്തു ഹോന ഇല്ലാതാകുക, കാണാതാകുക എന്നർത്ഥം. ഘടി ചടായി ചടുക്കർ മുഷ്കിൽ സെ ഹം ഊപ്പർ ആക്കെ. ഘടി ചടായി ചടുക്കർ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറി. ഘടി ചടായി കുത്തനെയുള്ള കയറ്റങ്ങൾ കയറി. മുഷ്കിൽ സെ വളരെ പ്രയാസപ്പെട്ട് ഹം ഊപ്പർ ആകെ ഞങ്ങൾ മുകളിലേക്ക് എത്തിച്ചേർന്നു. ലേക്കിൻ എന്നാൽ ഊപ്പർ ന ഗഡ്വാഡ് ദി, മുകളിൽ നമുക്ക് ഗഡ്വാഡ് എന്ന് പറഞ്ഞാൽ നിരപ്പാക്കിയ വഴി, ഗഡ്വാഡ് ദി നിരപ്പാക്കിയ വഴികൾ ഉണ്ടായിരുന്നില്ല. ന പകടണ്ടി, അതുപോലെ ഒറ്റയടി പാതയും ഒറ്റവരി പാതകളും കാണാൻ കഴിഞ്ഞില്ല. ഊപ്പറിന ഗഡ്വാഡ് ദി മുകളിൽ നിരപ്പാക്കിയ വഴികളോ അല്ലെങ്കിൽ പകടണ്ടി ഒറ്റയടി പാതകളോ കാണാൻ കഴിഞ്ഞില്ല. ബാദൽ ദി എന്നാൽ മേഘങ്ങൾ ഉണ്ടായിരുന്നു. ജോ ഹമേ ലഗാതാർ അത് നിരന്തരമായി ഞങ്ങളെ ദംഖാ രഹാഹെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. വേ സിമട്കർ ഘനെ കാലെ മേഘോമേ പരിവർത്തിത് ഹോ രഹേ ഥേ. വേ സിമട്കർ അവ ഉരുണ്ടുകൂടി കാലെ മേഘോമേ കാർമേഘങ്ങളാൽ മാറ്റപ്പെടുകയായിരുന്നു. പരിവർത്തിത് ഹോന ബദൽ ജാത്താ ഹെ മാറുകയായിരുന്നു. കബി ഭി ബരസ് സക്തേ ഥേ കഹി ഏക് ആദമി തക് നസർ നഹി ആ രഹാ ഥാ. കബി ഭി ബരസ് സക്തേ ഹെ ഈ മേഘങ്ങൾ എപ്പോൾ വേണമെങ്കിലും ബരസ് സക്തേ ഹെ, ബരസ്ന പെയ്യുക, എപ്പോൾ വേണമെങ്കിലും ഈ മേഘങ്ങൾ പെയ്യാമായിരുന്നു. കഹി ഏക് ആദമി തക് നസർ നഹി ആ രഹാ ഥാ ഒരിടത്തും ഒരു മനുഷ്യനെ പോലും കാണാൻ കഴിയുമായിരുന്നില്ല. കിസി തര പഥോഡ പहुंचे എങ്ങനെയോ ഞങ്ങൾ പഥോഡ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. റോസ് കി അപേക്ഷ എന്നത്തെയും പോലെ ആജ് ഹം ആദാഹി ചൽ പായേതേ ഇന്ന് ഞങ്ങൾക്ക് പകുതി മാത്രമേ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നത്തെയും പോലെയല്ല, ഇന്ന് ഞങ്ങൾക്ക് യാത്ര പകുതി മാത്രമേ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ലേക്കിൻ പാനി കി ഡർസെ എന്നാൽ മഴയുടെ പേടി കാരണം ഇസി ഗാവുമേ രുക്നാപ്പട ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ തന്നെ താമസിക്കേണ്ടതായി വന്നു. എന്നത്തെയും പോലെ ഇന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മഴ പെയ്യുമെന്നുള്ള പേടി കാരണം ഞങ്ങൾക്ക് പഥോഡ ഗാവുമേ ഹി രുക്നാപ്പട പഥോഡ ഗ്രാമത്തിൽ തന്നെ അവർക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. കുച്ച് ലോഗോനെ മിൽക്കർ ഗാവുമേ ഏക് മന്ദിർ ബനവായത കുറച്ചാളുകൾ ചേർന്ന് ഗ്രാമത്തിൽ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. അബി മൂർത്തി കി സ്ഥാപന നഹി ഹുയി എന്നാൽ അവിടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. മൂർത്തി കി സ്ഥാപന നഹി ഹുയി അവിടെ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. മന്ദിർ കെ ബരാമദേ മേ ലോഹേ കാ ജാലി വാല ദർവാസ ഥാ. മന്ദിർ കെ ബരാമദേ മേ അമ്പലത്തിലെ വരാന്തയിൽ ലോഹേ കാ ജാലി വാല ലോഹ ഇരുമ്പ് കൊണ്ടുള്ള അഴികളുള്ള ജാലിവാല അഴികളുള്ള എക് ദർവാസ ഒരു വാതിലുണ്ടായിരുന്നു. മന്ദിർ കി ദേഖ് രേഖ് കർനെ വാല ഗ്രാമീൺ ने उसे हमारे लिए गोल दिया. മന്ദിർ കി ദേഖ് രേഖ് കർനെ വാല അമ്പലത്തിന്റെ ചുമതലകൾ വഹിക്കുന്ന അല്ലെങ്കിൽ അമ്പലത്തെ പരിപാലിക്കുന്ന ഗ്രാമീണരായ ജനങ്ങൾ एक ഗ്രാമീൺ വ്യക്തി ഒരു ഗ്രാമീണനായ വ്യക്തി ഉസെ ഹമാരെ ലിയെ ഗോൽ ദിയ ആ റെയിൻ ബസേര എന്ന് പറയുന്ന ആ പ്രദേശം ഹമാരെ ലിയെ ഞങ്ങൾക്ക് വേണ്ടി ഗോൽ ദിയ തുറന്നു തന്നു. മന്ദിർ കി ദേഖ് രേഖ് കർനെ വാല അമ്പലത്തിന്റെ ചുമതലകൾ വഹിക്കുന്ന ഗ്രാമീണനായ വ്യക്തി ഉസെ ഹമാരെ ലിയെ ആ പ്രദേശം ഹമാരെ ലിയെ ഗോൽ ദിയ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. ആജ് യഹി ബരാമദ ഹമാര റെയിൻ ബസേര ഹെ ഇന്ന് ഈ വരാന്തയാണ് ഹമാരെ റെയിൻ ബസേര ഞങ്ങളുടെ റെയിൻ ബസേര ആയി മാറുന്നത്. റെയിൻ ബസേര എന്ന് പറഞ്ഞാൽ രാത് ബിതാനെ കി ജഗ് രാത്രി താമസിക്കാനുള്ള ഒരു പ്രദേശത്തെയാണ് റെയിൻ ബസേര എന്ന് പറയുന്നത്. പാനി ലാനെ കെ ലിയെ ബാൾട്ടി ദി പാനി ലാനെ കെ ലിയെ വെള്ളം കൊണ്ടുവരാനുള്ള ബാൾട്ടി ദി ബക്കറ്റ് ഉണ്ടായിരുന്നു. ഫർസ് ബർ ബിജാനെ കെ ലിയെ ഏക് ബഹത് ബഡി ദരി ദി ഫർസ് ബർ ബിജാനെ കെ ലിയെ നിലത്ത് വിരിക്കാനുള്ള एक बहुत बड़ी ഒരു വലിയ ദരീദി പരവതാനിയും ഉണ്ടായിരുന്നു. और സദാവൃത് के लिए भी पूछा ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾക്ക് വേണ്ടി സദാവൃത് സൗജന്യമായി നൽകുന്ന ഭക്ഷണ സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ വേണ്ടി ഞങ്ങളോട് ചോദിച്ചു സാധനങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. ലേക്കിൻ വോ ഹമാരെ പാസ് പര്യാപ്തത എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഉണ്ടായിരുന്നു. ചോട്ടു ബാഹർ ഗാന ബനാ രഹാ ഥാ ചോട്ടു ബാഹർ ഗാന ബനാ രഹാ ഥാ ചോട്ടു പുറത്ത് ഗാന ബനാ രഹാ ഥാ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാൽ തോ ബൻ ഗൈ പരിപ്പുണ്ടാക്കി കഴിഞ്ഞിരുന്നു. പർ വോ ഗാഗഡ് ബനാ രഹാ ഥാ എന്നാൽ അവൻ ഗോതമ്പ് കൊണ്ടുള്ള ഒരു ആഹാരമാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. തബി പാനിയായ അപ്പോഴാണ് കി പാനിയാകയ മഴ പെയ്യാൻ തുടങ്ങിയത്. പ്രായഃ മിക്കവാറും സബി ഗേത്തോമേ യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ സോയാബീൻ കൃഷി
അതിന്റെ വിളവെടുപ്പ് നടക്കുന്ന സമയമായിരുന്നു. യാ കട്ടെ ഹുയെ സോയാബീൻ ക ടേർ ലഗാ റഹാദ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിളവെടുത്ത സോയാബീനെ ടേർ റഹാദ, ടേർന അത് കൂട്ടിയിടുക. കട്ടെ ഹുയെ സോയാബീൻ ക ടേർ ലഗാ രഹാ ഹെ, ഇങ്ങനെ വിളവെടുത്ത സോയാബീൻ കൂട്ടിയിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഇസ് പാനി സെ കിസാനോ കാ ഭാരി നുക്സാൻ ഹോത്താ ഹെ, ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ കിസാനോ കാ ഭാരി നുക്സാൻ ഹോത്താ ഹെ, കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇസ്തര പാനി ബരസ, ഇത്തരത്തിൽ വെള്ളം മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് കിസാനോ കാ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ, കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. കിസി തര ചോട്ടുനെ ഘാഗഡ് ബനാദിയ, എങ്ങനെയോ നമ്മളെ ചോട്ടു ഘാഗഡ് ബനാദിയ, ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയെടുത്തു. ഗാന ഗാക്കർ തോട ആരാം കർക്കെ, ഭക്ഷണം കഴിച്ച് ഒരൽപ്പം ആരാം കർക്കെ വിശ്രമിച്ച ശേഷം ജബം സോനെ ലഗെ, ഞങ്ങൾ ഉറങ്ങാൻ പോയപ്പോൾ, സോനെ ലഗെ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ തബ് പാനി ബന്ദ് ഹോ ഗയ, അപ്പോൾ മഴ നിൽക്കുകയും ചെയ്തു. ബാഹർ ബിജ്ലി ക ബൾബ് ജൽ റഹാദ, അപ്പോഴും പുറത്ത് ബിജ്ലി ക ബൾബ്, ഇലക്ട്രിക് ബൾബ് ജൽ റഹാദ, കത്തുന്നുണ്ടായിരുന്നു. രാത് കോ ജബ് മേ ഉഠാ തോ മേരെ पैरों के पास की खाली धरी पर एक आदमी घुटी मुड़ी पड़ा था. रात को मैं जब मैं उठा, रात को രാത്രിയിൽ ജബ് മേ ഉഠാ, ഞാൻ എഴുന്നേറ്റപ്പോൾ മേരെ पैरों के पास, എന്റെ കാലുകളുടെ സമീപത്തായിട്ട്, ഖാലി ദരി പർ, ഒഴിഞ്ഞ വിരിപ്പിന്റെ സമീപമായിട്ട്, ഏക് ആദമി ഘുട്ടി മൂടി പടാത, ഒരു വ്യക്തി ചുരുണ്ടുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ച് ബി ഓടാ നഹീദ, അവനൊന്നും പുതച്ചിട്ടുണ്ടായിരുന്നില്ല. ഓടാ നഹീദ, പുതപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവന്റെ ശരീരത്തിൽ. ലോട്ടെ ലോട്ടെ ബഡ്ബടാ രഹാദ, ഇരുന്നു കൊണ്ട് എന്തോ ബഡ്ബടാന, പിറുപിറുക്കുന്നുണ്ട്. മാനോ കഹാനി സുനാനഹായ്, തോന്നി അവൻ എന്തോ കഥ കേൾപ്പിക്കുകയാണോ അല്ലെങ്കിൽ കഥ പറയുകയാണോ എന്ന് തോന്നിപ്പോയി. ഫിർ ഏകായക് ജോറോൻ സെ ഹസ്നെ ലഗ, പിന്നീട് അവൻ പെട്ടെന്ന് ഹസ്നെ ലഗ, ചിരിക്കാൻ തുടങ്ങി. ബീച്ച് ബീച്ച് മേ രാമായൺ കി ചൗപ്പായി ബോൽത്ത, ഇടക്കിടത്ത് രാമായൺ കി ചൗപ്പായി, രാമായണത്തിന്റെ വരികൾ ബോൽത്ത പറയുന്നുണ്ടായിരുന്നു. ഷായത് പാഗൽത, ഒരു പക്ഷെ അവന് ഭ്രാന്തായിരിക്കാം. മേ ചുപ്ചാപ് സോഗയ, ഞാൻ ഒന്നും പറയാതെ ഉറങ്ങാൻ തുടങ്ങി. തോടി ദേർക്കെ ബാദ് വ ഓടുക്കർ ബാഹർ ചലാഗയ, അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആകയ, എന്നാൽ വളരെ പെട്ടെന്ന് അവൻ തിരിച്ചു വന്നു. ദർവാസെ പർ ഗഡാ ഹോക്കർ ഗുരായ, വാതിലിന്റെ സമീപം നിന്നുകൊണ്ട് അവൻ ഗുരായ, ഗർജിക്കാൻ തുടങ്ങി. കോൺ ഹോ തും ലോഗ്, നിങ്ങളെല്ലാം ആരാണ്? യഹാ കൈസെ ഗുസ് ആയേ ഹോ, ഇവിടേക്ക് എങ്ങനെയാണ് നിങ്ങൾ കടന്നത്? ഇവിടേക്ക് എങ്ങനെയാണ് പ്രവേശിച്ചത്? നിരീഹ്സെ ദിക്നെ വാല, ഒരു നിഷ്കളങ്കനെ പോലെ തോന്നിച്ച ആ വ്യക്തി, ഔസ് ആദമി, ആ വ്യക്തിയുടെ ഏകായ പെട്ടെന്നുണ്ടായ വികരാൾ രൂപ്, ഭീകരമായ രൂപം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അബ് വഹ് ബെഹദ് ഗുസ്സേമേത, ഇപ്പോൾ അവൻ വളരെ ദേഷ്യത്തിലായിരുന്നു. ആദ്യം ഒരു നിഷ്കളങ്കനെ പോലെ തോന്നിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ അയാളുടെ രൂപമാറ്റം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഹംനെ കോയ് ജവാബ് നെയ്തിയ, ഞങ്ങൾ ഒരു മറുപടിയും പറഞ്ഞില്ല. വോ സോർ സെ ചീക്ക, അവൻ ഉച്ചത്തിൽ അലറിക്കൊണ്ടിരുന്നു. ഹം ലോഗ് ഉഡ് ബൈഠെ, ഞങ്ങൾ എഴുന്നേറ്റിരുന്നു. മേനെ കഹ, ഞാൻ പറഞ്ഞ്, ജിനോനെ യെ മന്ദിർ ബനായ, ആരാണ് ഈ അമ്പലം ഉണ്ടാക്കിയത്? ഉനോനെ ഹമേ യഹാ ടഹരായ, അദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. ദേഖിയെ യെ ദരി ഓർ യെ ബാൾട്ടി ഉനോനെ ദി, നോക്കൂ, യെ ദരി, ഈ വിരിപ്പും, യെ ബാൾട്ടി, ഈ ബക്കറ്റും എല്ലാം ഉനോനെ ദി, അദ്ദേഹമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ലേക്കിൻ വോ പാഗൽ ജോത, എന്നാൽ ആ ഭ്രാന്തനായ വ്യക്തി, ഓ പാഗൽ ജോത ഉലൽ ജൂൽ മേ ബക്നെ ലഗ, ആ ഭ്രാന്തനായ വ്യക്തി എന്തൊക്കെയോ ബേഖാർ കി ബാത്തേം, അനാവശ്യമായ കുറെ കാര്യങ്ങൾ, ഉലജൂൽ മേ, അനാവശ്യമായ ചില കാര്യങ്ങൾ, ബക്നെ ലഗ, സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്നെ ആപ്കോ CID ഇൻസ്പെക്ടർ ബത്താനെ ലഗ, അയാൾ സ്വയം CID ഇൻസ്പെക്ടർ ആണ് എന്ന് സ്വയം പറയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ക്യാ സമസ്തേ ഹോ, നിങ്ങൾ എന്താണ് കരുതിയത്? മേ സാദേ ബേഷ് മേ രഹ്കർ ചോറോം കോ പത്താ ലഗാത്താ ഹൂം, എന്താണ് നിങ്ങൾ കരുതിയത്? മേ സാധേ ബേഷ് മേ രഹ്കർ ചോറോം കാ പത്താ ലഗാത്താ ഹൂം, ഞാൻ സാധാരണ വസ്ത്രത്തിൽ നടന്നുകൊണ്ട് കള്ളന്മാരെ തിരിച്ചറിയാറുണ്ട്. ഉസ്കെ സവാൽ ബേസിർ പൈർഖേദേ, അവന്റെ ഓരോ ചോദ്യങ്ങളും അടിസ്ഥാനരഹിതമായിരുന്നു. ജവാബ് ന ദേത്തെ, മറുപടി നൽകിയില്ലെങ്കിൽ ചാബുക് സെ മാർനെ കി ദംതി ദേഖെ, ചാബുക് സെ മാർനെ കാ, ചാട്ടവാറ് കൊണ്ട് അടിക്കുമെന്ന
ധംകി ദേത്ത ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇസ്ലിയെ മേ കോയി ന കോയി ജവാബ് ദേത്ത രഹത്ത, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. വോ ലഗാത്തർ ചീക്ത ചില്ലാത്ത, അവൻ തുടർച്ചയായിട്ട് ഒച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ബീച്ച് ബീച്ച് മേ ഹവാമേ ഐസേ ഹാത്ത് ഗുമാത്ത, ബീച്ച് ബീച്ച് മേ ഇടക്കിടക്ക് ഹവാമേ വായുവിൽ ഐസാ ഹാത്ത് ഗുമാത്ത, കൈകൾ ഇത്തരത്തിൽ ചുഴറ്റിക്കൊണ്ടിരുന്നു. മാനോ ഹാത്ത് മേ കോടാഹോ, കയ്യിൽ ഒരു ചാട്ടവാറുണ്ട് എന്ന രൂപത്തിൽ. ജബ് ഉസ്കി നാരാസ്ഗി ബഡ്തി ജാത്തി, അവന്റെ ദേഷ്യം വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ തബ് ഉസ്കാ ചെഹ്റ ക്രോധ് സെ വികൃത് ഹോഉഡ, അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വികൃതമായി പോയിരുന്നു. मैंने अपने आप को इतना असहाय अनुभव नहीं किया, मैंने अपने आप को, ഞാൻ സ്വയം കബീബി ഒരിക്കലും ഇത്തന അസഹായ്, ഇത്രയും നിസ്സഹായ അനുഭവം, നിസ്സഹായനായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല. ലാച്ചാർ ഹം ഉസ്കി ദൗസ് സഹത്തി രഹ, ലാച്ചാർ നിസ്സഹായരായ ഞങ്ങൾ, ഉസ്കി ദൗസ് അവന്റെ ഭീഷണികൾ, സഹത്തെ രഹെ സഹിച്ചുകൊണ്ടിരുന്നു. പാസ് പഡോസ് മേ കൈ ഗർദെ, അയൽവാസികളായിട്ട് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. ഹമാരി സഹായത കേലിയെ കോയി ക്യോന്ന ആ നഹി രഹ, എന്നാൽ ഞങ്ങളെ സഹായിക്കാൻ ആരും എന്താണ് വരാത്തത്? ക്യാ കോയി സമസ്ത നഹി കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ, ആർക്കും മനസ്സിലാകുന്നില്ലേ ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നത്? ഐസാ ലഗ്താ മാനോ യെ റാത്ത് കബി ഖത്തം നഹി ഹോത്തി, ഐസാ ലഗ്താ ഇങ്ങനെ തോന്നി, മാനോ ഇതുപോലെ ഈ റാത്ത് കബി, ഈ രാത്രി ഒരിക്കലും ഖത്തം ന ഹോഗി അവസാനിക്കുകയില്ല. എന്താണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം? ചോട്ടുവിനെ ഉസ് പാഗൽ ആദ്മിക്കോ ധംകായ, ചോട്ടുവിനെ ആ ഭ്രാന്തനായ വ്യക്തി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭയപ്പെടുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് തോന്നി? ഈ രാത്രി ഇന്ന് അവസാനിക്കുകയില്ല എന്ന് ലേഖകന് തോന്നിയിട്ടുണ്ടാകാം. തബി ഉസ്കാ ധ്യാൻ കോനേമേ റക്കെ ഹമാരെ സാമാൻ കി ഓർ ഗയ, അപ്പോഴാണ് അവന്റെ ശ്രദ്ധ കോനേമേ റക്കെ, ഒരു മൂലയിൽ വെച്ച ഹമാരി സാമാൻ കി ഓർ ഗയ, ഞങ്ങളുടെ സാധനങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. ഇസ്മേ ക്യാ ഹെ, ഇതിൽ എന്താണ്? മുജെ ഇസ്കി തലാഷി ലേനി ഹോഗി, ഞാൻ ഇതൊന്ന് പരിശോധിക്കും, അയാൾ പറഞ്ഞു. മുജെ ചിന്താ ഹുയി, എന്റെ ചിന്ത എന്തായിരുന്നു? ഉസ്മേ സബ്ജി കാട്ട്നെ കാ ചാക്കോ ബി ഥാ, അതിൽ പച്ചക്കറി മുറിക്കാനുള്ള കത്തിയും ഉണ്ടായിരുന്നു. കഹി ഉസ്കെ ഹാത്ത് മേ ലഗ് ഗയ, ആ കത്തി എങ്ങാനും അവന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ മേരെ ഭീതർ ഭയക്ക ഏക് ഹിലോർ സിദി, എന്റെ ഉള്ളിൽ ഭയം തിരയടിച്ചു കൊണ്ടിരുന്നു, അല്ലെങ്കിൽ എന്റെ ഉള്ളിലേക്ക് ഭയം ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. ഉസ്നെ ഹമാരെ പിട്ടു ഗോല ഏക് ഏക് ചീസ് നിക്കാൽ കർ ഫേങ്നെ ലഗ, ഉസ്നെ ഹമാരെ പിട്ടു ഗോല, അവൻ ഞങ്ങളുടെ ആ പെട്ടി ഘോല തുറന്നുകൊണ്ട് ഏക് ഏക് ചീസ് നിക്കാൽ കർ ഫേങ്നെ ലഗ, ഓരോ സാധനങ്ങളായി എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. മേ ധം സാദേ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹ, മേ ധം സാദേ ഞാൻ ശ്വാസമടക്കി, ഉസ്കി ഹർ ഗതിവിധി കോ അവന്റെ ഓരോ പ്രവർത്തികളെയും ദേഖ്താ രഹ നോക്കിക്കൊണ്ടിരുന്നു. ഡെറ്റോൾ കി ശീശി ഫർസ് പർ ദേ മാരി, ഡെറ്റോളിന്റെ കുപ്പി അവൻ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ഏകായേക് ചീസ് നിക്കാൽ കർ ഫേങ് ദി, ഏക് ഏക് ചീസ് നിക്കാൽ കർ ഓരോ സാധനങ്ങളായി എടുത്ത് ഫേങ് ദി വലിച്ചെറിഞ്ഞു. യഹാ തക്കി എവിടെ വരെ ചാക്കോ ബി ഫേങ് ദിയ, ആ പെട്ടിയിലുണ്ടായിരുന്ന കത്തിയും അവനെടുത്ത് വലിച്ചെറിഞ്ഞു. അന്ത്മേ ദോ തീൻ കിതാബെ നിക്കാലി, അവസാനം ആ പെട്ടിയിൽ നിന്നു 2-3 പുസ്തകങ്ങൾ പുറത്തെടുത്തു. കിതാബെ മുസ്നെ ഗോൽക്കർ ദേഖി, ആ പുസ്തകങ്ങൾ അവൻ തുറന്നു നോക്കി. ഫിർ ജോൻ ത്യോം വാപ്പസ് രക്കി, പിന്നെ എപ്രകാരമോ അത് തിരിച്ചു വെക്കുകയും ചെയ്തു. ഹമാരി ഓർ മുഡ്കർ ചോട്ടു സെ ബോല, ഹമാരി ഓർ മുഡ്കർ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോട്ടു സെ ബോല, ചോട്ടുവിനോട് അവൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിന്റെ പേര്? ചോട്ടുവിനെ സഹംത്തെ ഹുയെ കഹാ മുझे അംഗ്രേസി നഹി ആത്ത, ചോട്ടുവിനെ സഹമത്തെ കഹ, സഹമത്തെ ശാന്തനായിക്കൊണ്ട്, സഹമന ശാന്തത കാണിക്കുക, ശാന്തനായിക്കൊണ്ട് അവൻ പറഞ്ഞു, മുझे അംഗ്രേസി നഹി ആത്ത, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. മുസ്സെ പൂച്ച, എന്നോട് ചോദിച്ചു, തും ക്യാ കർത്തെ ഹോ, നീ എന്താണ് ചെയ്യുന്നത്? മേനെ കഹ, ഞാൻ പറഞ്ഞു, മേ ശിക്ഷക് ദാ, ഞാൻ അധ്യാപകനാണ്. ബച്ചോങ്കോ പടാത്താത, കുട്ടികളെ പഠിപ്പിക്കുന്നു. അബ് റിട്ടയർ ഹോ ഗയാ ഹോ, എന്നാൽ ഇപ്പോൾ ഞാൻ റിട്ടയർ ആയിട്ടുണ്ട്, ഞാൻ ജോലിയിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. മേരി ആവാസ് സ്ഥിർതി, എന്റെ ശബ്ദങ്ങൾ ഉറച്ചതായിരുന്നു. ലേക്കിൻ അന്തർ ഹി അന്തർ
ഡരാ ഹുവാദ, എന്നാൽ എന്റെ ഉള്ളിൽ ഞാൻ വളരെയധികം ഡരാ ഹുവാദ, പേടിച്ചിരുന്നു. വച്ചുപ്രഹ, അവൻ മിണ്ടാതെ നിന്നു. മാനോ കഹി ഗോഗയാഹോ, എന്തിലോ മുഴുകിയതുപോലെ തോന്നി. മാനോ കുച്ച് ഗോഗയാഹോ, അവൻ എന്തോ ചിന്തയിൽ മുഴുകിയതുപോലെ എനിക്ക് തോന്നി. മാനോ കുച്ച് യാദ് കർ റഹാ, അവൻ എന്തോ ചിന്തിക്കുന്നത് പോലെ എനിക്ക് തോന്നി. മാനോ ഉസ്കെ ഭീതർ കുച്ച് ആലോഡിത് ഹോ രഹാ ഹൈ, മാനോ ഉസ്കെ ഭീതർ, അവന്റെ ഉള്ളിൽ കുച്ച് ആലോഡിത്, എന്തോ സോച്ച് വിചാർ, എന്തോ ചിന്തകൾ നടക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കുച്ച് ക്ഷൺ തക് മുझे ഏക് ടക് ദേഖ്തേ രഹനെ കെ ബാദ്, കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നതിനു ശേഷം ബാദ് ബോല, അവൻ പറഞ്ഞു, അച്ഛാ സോ ജാവോ, ശരി ഉറങ്ങിക്കൊള്ളൂ. മേ സിർ സെ ലേക്കർ പാവത്ത കോട്ടുകർ, ഞാൻ തല മുതൽ കാലുവരെ ഓട്ട്കർ പുതച്ചുകൊണ്ട് സോഗയ, ഉറങ്ങി. സോച്ച, ചിന്തിച്ചു, ഷായദ് അബ് വോ ചലാ ജായേ, അവനൊന്ന് പോയിരുന്നെങ്കിൽ എന്നായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. തബിയേക്ക് വിചിത്ര ഘടന ഘടി, അപ്പോഴാണ് ഒരു വിചിത്രമായ സംഭവം ഉണ്ടായത്. അചാനക് ഉസ്നെ മേരെ പയർ ദബാന ശുരു കിയ, പെട്ടെന്ന് അവൻ എന്റെ കാലുകൾ തടവാൻ ആരംഭിച്ചു. ഉസ്കെ മജ്ബൂത് ഹാത്തോं का സ്പർശ്, അവന്റെ ശക്തമായ കൈകൾ കൊണ്ടുള്ള സ്പർശനം അനുഭവപ്പെട്ടപ്പോൾ മേ കാംസാ ഗയ, ഞാൻ ഭയന്ന് വിറച്ചു. ഏകേ കർക്കെ ദോനോ പയർ ഖൂബ് അച്ചി തരഹ് സെ ദബായ, ഓരോന്നായി എന്റെ രണ്ട് കാലുകളും അച്ചി തരഹ് സെ ദബായ, അവൻ നല്ലതുപോലെ അമർത്താൻ തുടങ്ങി. ഉസ്മേ തോടി ബഡി താക്കത്തി, ഉസ്മേ ബഡി താക്കത്ത്, അതിൽ നല്ല ശക്തി ഉണ്ടായിരുന്നു അവന്റെ കൈകൾക്ക്. ഫിർ ഹാത്ത് ദബായ, പിന്നെ കൈകൾ തടവാൻ തുടങ്ങി. ഹാത്തോं की एक एक കുങ്കലിയാം, കൈകളിലെ ഓരോ വിരലുകളായിട്ട് അവൻ ദബായി തടവാൻ തുടങ്ങി. ഹർ ഗഡി ചിന്ത ബനി രഹി, ഓരോ നിമിഷവും എന്റെ ചിന്ത ഇതായിരുന്നു, കി എന്തെന്നാൽ കഹി കൊയ് ഒങ്കലി ചടക് ദേ, എന്റെ കൈയിലെ വിരലുകൾ എങ്ങാനും തോടന പൊട്ടിച്ചാൽ, ഉസ്കെ ബാദ് ഉസ്നെ മേരി മുട്ടി ഗോലി, അതിനുശേഷം അവന്റെ കൈകൾ ചുരുട്ടിവെച്ച എന്റെ കൈകൾ തുറന്നു. ഉസ്മെ കുച്ച് റക്ക, അതിലെന്തോ വെച്ചു. മുട്ടി ബന്ദ് കി, എന്നിട്ട് എന്റെ കൈകൾ ചുരുട്ടി വെച്ചു. ഓർ ചലാഗയ, എന്നിട്ട് അവൻ നടന്നു പോവുകയും ചെയ്തു. ഉസ്കെ ജാത്തേ ഹി, അവൻ പോയപ്പോൾ ചോട്ടുനെ ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ, ചോട്ടു വാതിലുകൾ ഉള്ളിൽ നിന്നും അടച്ചുകൊണ്ട് ഉസ് പർ താല ലഗായി, അതിൽ കുറ്റിയിട്ടു. ഹംനെ രാഹത് കി സാസ് ലി, ഞങ്ങൾ ഒരു ആശ്വാസത്തിന്റെ ശ്വാസമെടുത്തു. ലേക്കിൻ നീന്ത് നഹി ആയേ, എന്നാൽ ഉറക്കം വന്നില്ല. മേ ജാഗ്താ പടാ രഹ, ഞാൻ ഉണർന്നു കിടന്നു. ഓർ സോച്താ രഹ, എന്ന് ചിന്തിച്ചു. ഉസ്മേ ഏകായേക് ബദലാവ് ക്യൂ കർ ആയേ, അവൻ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു മാറ്റമുണ്ടായത്. ഉസ് ഉദ്ദണ്ഡ് സെ വിനമ്ര കേസെ ബൻ ഗയ, അവൻ ആ ക്രൂരമായ സ്വഭാവത്തിൽ നിന്നും ആ വിനയത്തോടുള്ള സ്വഭാവത്തിലേക്ക് അവൻ എങ്ങനെയാണ് മാറ്റപ്പെട്ടത്. മുട്ടി ഗോൽക്കർ ദോക്ക, ഞാൻ എന്റെ കൈകൾ ചുരുട്ടിവെച്ച കൈകൾ തുറന്നു നോക്കിയപ്പോൾ ഉസ്മേ 20 പൈസയ്ക്ക സിക്കാത, അതിൽ 20 പൈസയുടെ ഒരു നാണയം ഉണ്ടായിരുന്നു. ധീരെ ധീരെ ഖുത്തി സുലജ്നെ ലേഖ, ധീരെ ധീരെ പതുക്കെ പതുക്കെ പ്രശ്നം എനിക്ക് സമജ്നെ സുലജ്നെ ലേഖ, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കിതാബോं को उसने फेंका नहीं, ആ പുസ്തകങ്ങൾ അവൻ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കിതാബേൻ ദേക്കർ അഞ്ചാനെ ഉസ്കെ മൻമേ യേ ബാത് ആയി, പുസ്തകങ്ങൾ കണ്ടപ്പോൾ അഞ്ചാനെ അറിയാതെ അവന്റെ മനസ്സിൽ, ഉസ്കെ മൻമേ അവന്റെ മനസ്സിൽ, യേ ബാത് ആയി ഈ കാര്യം ഉണ്ടായിരിക്കാം, കി എന്ത്, കി ഷായദ് പഠനെ ലിഖ്നെ വാല ആദ്മി ഹെ, ഒരു പക്ഷെ ഇവൻ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഷായദ് ഗുരു ഹെ, ഒരു പക്ഷെ അധ്യാപകനായിരിക്കാം. ഏ വിക്ഷിപ്ത് അവസ്ഥാമേ, ഇങ്ങനെയുള്ള ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലായിരിക്കാം. ഉസ്കെ അവചേതന്മേ, അവന്റെ ഉപബോധ മനസ്സിൽ ഈ സംസ്കാർ ദബാവ് പടാ, ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായത്. കി ഗുരു ക ആദർ കർണ ചാഹിയെ, ഗുരുവിനെ റെസ്പെക്ട് ചെയ്യണം, അദ്ദേഹത്തെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന ചിന്ത ഉണ്ടായിട്ടുണ്ടാവുക. ഓർ ഈ മാലും ഹോനെ പർ, ഇത്തരം ഒരു ചിന്ത ഉണ്ടായപ്പോൾ, കി മേ ശിക്ഷക്കു, ഞാനൊരു അധ്യാപകനാണെന്നുള്ള തോന്നൽ അയാൾക്കുണ്ടായിട്ടപ്പോൾ, ഉസ്ക വ്യവഹാർ ഏകദം ബദലഗയ, അവന്റെ പെരുമാറ്റം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവാം. ഉസ്കി വിക്ഷിത് അവസ്ഥ, അവന്റെ ഈ ഭ്രാന്തമായ അവസ്ഥയിൽ, ഉസ്കെ സംസ്കാരവുമാ പടത്ത്, അവന്റെ ഉള്ളിൽ ഇത്ര നല്ല സംസ്കാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാകുക. ശിക്ഷക് ദിവസ് കെ ഇസ് അവസർ പർ, അധ്യാപക ദിനത്തിന്റെ ഈ അവസരത്തിൽ പൂരെ ദേശ് മേ അൻഗിനത് ശിക്ഷകോं का सम्मान किया जाता है, രാജ്യം മുഴുവൻ അധ്യാപകരെ റെസ്പെക്ട് ചെയ്യുന്ന ഈ സമയത്ത്, മേരെ ഷഹർ മേ മേരാ ഭി കൈ
ബാർ സമ്മാൻ ഹുവാ ഹൈ. എന്റെ പട്ടണത്തിൽ എന്നെയും ഒരുപാട് തവണ ആദരിച്ചിട്ടുണ്ട്. ലേക്കിൻ ഉസ് രാത് കോ, എന്നാൽ ആ രാത്രി ഭയ് ഓർ ആതങ്ക് കെ സായമേ, പേടിയുടെയും ഭയത്തിന്റെയും ആ നിഴലിൽ ജോ സമ്മാൻ മുझे മില, ഏത് റെസ്പെക്റ്റ് ആണോ, ഏതൊരു സമ്മാൻ, ഏതൊരു ബഹുമാനമാണോ എനിക്ക് ലഭിച്ചത്, ജോ ആദർ മില, റെസ്പെക്റ്റ് ആണോ എനിക്ക് ലഭിച്ചത്, ഓ അപൂർവത, അത് അപൂർവമായിരുന്നു. मैंने कभी नहीं सोचा, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എന്നെ ആദരിക്കുന്നത് ഇപ്രകാരമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. इसके बाद मुझे कच्ची सी नींद पड़ी. എനിക്ക് ഇതിനുശേഷം ഒരു ചെറിയ ഉറക്കം എനിക്ക് അനുഭവപ്പെട്ടു. സവേര ഹുവ, പ്രഭാതമായി. ബിഖരെ സാമാനോ കോ ഫിർ സെ പെട്ടു മേ ജമാത്തെ ഹുയി, ചിതറിപ്പോയ സാധനങ്ങളെല്ലാം ഓരോന്നായി വീണ്ടും പിട്ടൂമേ, ആ പെട്ടിയിലേക്ക് ജമാത്തെ ഹുയെ, നിറച്ചു വെച്ചുകൊണ്ട് ചോട്ടുനെ കഹ, ചോട്ടു പറഞ്ഞു. ഉസ്നെ ഹമാരി കാനി കൗടി തക് നഹിലി, അവൻ ഞങ്ങളുടെ ചില്ലിക്കാശ് പോലും നമ്മുടേത് എടുത്തിട്ടില്ല. ദർവാസ ഗോൽക്കർ ഹം ബാഹറായി, വാതിൽ തുറന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നു. പടോസ് കെ ഏക് യുവകനെ കഹ, അയൽവാസിയായ ഒരു യുവാവ് പറഞ്ഞു. യുവാവിനോട് ഞങ്ങൾ പറഞ്ഞു, രാത് കോ ഏക് പാഗലിനെ ഹമേ ബഹുത് പരേശാൻ കിയ, രാത്രിയിൽ ഒരു ഭ്രാന്തനായ വ്യക്തി ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുത്തി. ഗണ്ടേ ടേഡ് ഗണ്ടേ തക്, 1.5 മണിക്കൂറുകളോളം ഹമേ ഡറാത്ത, ഞങ്ങളെ ഭയപ്പെടിച്ചു. ദംഖായ, ഭീഷണിപ്പെടുത്തി. വോ ഹമേ പീട്ട് ബി സക്തത, അവൻ ഞങ്ങളെ അടിക്കുകൂടി ചെയ്യുമായിരുന്നു. വോ മേര പിതാഹെ, അതെന്റെ അച്ഛനാണ്. ആ യുവക് പറഞ്ഞു, വോ മേര പിതാഹെ, അതെന്റെ അച്ഛനാണ്. പാഗൽ പൻക ദൗര പടാഹെ, അദ്ദേഹത്തിന് ഭ്രാന്തിന്റെ അവസ്ഥയാണ്. തബി ഐസി ഹർക്കത്തെ കർത്തി ഹെ, അപ്പോഴാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. പർ കിസിക്കോ മാർത്തെ നഹി, പക്ഷെ ആരെയും ഉപദ്രവിക്കാറില്ല. വൈസെ വോ വഹാൻ യഹാ നഹി രഹത്തെ, എന്തെന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെയല്ല താമസിക്കാറ്. മണ്ഡി ദ്വീപ് മേ മേരെ ഭായിയോ കെ പാസ് രഹത്താ ഹെ, മണ്ഡി ദ്വീപിലെ എന്റെ സഹോദരന്മാരുടെ കൂടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. കൽ രാത് കോ ഹി ആയേ ഹെ, ഇന്നലെ രാത്രിയാണ് അദ്ദേഹം വന്നത്. ഹമാരി മദത് കേലിയെ തും ആയേ ക്യോ നഹി, എന്താണ് നീ ഞങ്ങളെ സഹായിക്കാൻ വരാഞ്ഞത്, ഞാൻ അവനോട് ചോദിച്ചു. മേ ഗേത് പർ സോയാദ, ഞാൻ കൃഷിയിടത്തിൽ ഉറങ്ങിപ്പോയിരുന്നു. ഗേത് പർ സോയാദ, കൃഷിയിടത്തിൽ ഞാൻ ഉറങ്ങിയിരുന്നു. സോയാബീൻ കട്ട് റാഹത, ഇപ്പോൾ സോയാബീൻ വിളവെടുക്കുന്ന സമയമാണ്. അബിയായ, ഇപ്പോഴാണ് ഞാൻ വന്നത്. ഹമാര രാസ്ത ചബൂത്രേ സെ ഹോക്കർ ജാത്തത, ഞങ്ങളുടെ വഴി പ്ലാറ്റ്ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. ഹം വഹാസെ നിക്കലേത്തോ, ഞങ്ങൾ അതിലൂടെ കടന്നു പോയപ്പോൾ വഹാ ഓ ഘടാമില, അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അയാളെ കാണാൻ കഴിഞ്ഞു. ഹംനെ ഉസ്കി ഓർ ധ്യാൻ നേ ദിയ, ഞങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. തബി നീച്ചെ ഉത്തർക്കർ ഗുഡ്നോ കെ ബൽ പർ ചുക്കർ ഉസ്നെ ഹമാരെ പാവ് ചിക്ക, തബി നീച്ചെ ഉത്തർക്കർ, അപ്പോൾ അദ്ദേഹം താഴെ ഇറങ്ങിയിട്ട് ഗുഡ്നോ കെ ബൽ പർ ചുക്കർ, മുട്ടുകുത്തി നിന്നുകൊണ്ട് ഉസ്നെ മേരെ പാവ് ചുയി, എന്റെ കാലിൽ തൊട്ടു. ഗുരുദേവ് മേ ഷർമിന്ദാഹും, ഗുരുദേവ, അധ്യാപക, ടീച്ചർ, ഞാൻ ഷർമിന്ദാഹും, ഞാൻ ലജ്ജിക്കുന്നു. ക്യാ കർത്ത ദൗരാ ജോ പഠിത്താ ഹെ, എന്റെ ഭ്രാന്തമായ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയില്ല. ഉസ്കെ ചെഹ്രെ പർ പസ്താവാദ, അവന്റെ മുഖത്ത് കുറ്റബോധം ഉണ്ടായിരുന്നു. ആംഖോമേ ആസി, കണ്ണുകളിൽ കണ്ണുനീരും എനിക്ക് കാണാൻ കഴിഞ്ഞു. മേനെ കഹ, ഞാൻ പറഞ്ഞു. ഭായി തും നഹി ജാൻതേ കി തുമ്നെ ഗുരുവോं का कितना बड़ा मान बढ़ाया, ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഭായി തും ജാൻതേ നഹി, നിനക്കറിയില്ല, തുമ്നെ ഗുരുവോं का कितना मान बढ़ाया, നീ അധ്യാപകരുടെ അഭിമാനം എത്രയാണ് ഉയർത്തിയത് എന്ന് നിനക്കറിയില്ല. കിസി ഏക് ഗുരു കാ നഹി, കേവലം ഒരു അധ്യാപകന്റെ മാത്രമല്ല, തമാം ഗുരുവോं का, മുഴുവൻ അധ്യാപകരുടെയും റെസ്പെക്റ്റ് ആണ് നീ ഞങ്ങൾക്ക് നൽകിയത്. ഇസ്കെ സാത്ത് ഹം ആകെ ബഡെ, ഇതിനു ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ആകെ ബഡെ, മുന്നോട്ട് നീങ്ങി. ഓർ ഹാ വോ സിക്ക ആജ് ബി മേരെ പാസ് ഹൈ, അതെ, ആ നാണയം ഇന്നും ഞാൻ എന്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. റെയിൻ ബസേര എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്, റെയിൻ ബസേരയിൽ താമസിക്കുന്ന സമയത്ത് ഒരു വൃദ്ധനായ, ഒരു ഭ്രാന്തനായ വ്യക്തി നടത്തിയ ആ പ്രവർത്തനങ്ങളും അധ്യാപകരോട് അവൻ കാണിച്ച റെസ്പെക്റ്റുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചത്. ഇനി ഇതിലെ പ്രവർത്തനങ്ങളായിട്ട് സഹി പ്രസ്താവ് ചുൻകർ ലിഖെ, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാനുള്ള ഒരു ചോദ്യമുണ്ട്. ഓരോ പ്രസ്താവനകളും ശരിയായി വായിച്ചു നോക്കിയിട്ട് ഈ പാഠഭാഗവുമായി യോജിച്ച പ്രസ്താവനകൾ
കണ്ടെത്തി എഴുതുക. അതുപോലെ പാത്രോം കി വിശേഷതായും പഹച്ചാനെ, ഓരോ കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളും കണ്ടെത്തി എഴുതാനുള്ളതാണ് അടുത്ത ചോദ്യം. അതുപോലെ അർത്ഥ ഡൂണ്ടെ, അർത്ഥം കണ്ടെത്താനുള്ള വാക്കുകൾ തന്നിട്ടുണ്ട്. ഓരോ വാക്കിന്റെയും അർത്ഥം എന്താണെന്ന് കണ്ടെത്തുക. വിശേഷൺ ശബ്ദവും കോ പഹച്ചാനെ, വിശേഷണ ശബ്ദങ്ങളെ കണ്ടെത്തി എഴുതാനുള്ള ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അപരിചിത വ്യക്തി ഓർ ചോട്ടുവിനെ ദർവാസ ബന്ദ് കർ ദിയ, ഇസ് പ്രസംഗ് പർ ചോട്ടു और लेखक के बीच बातचीत तैयार करें. അപരിചിതനായ വ്യക്തി പോയതിനു ശേഷം ചോട്ടു വാതിലടച്ചു. അതിനുശേഷം നമ്മളെ ചോട്ടുവും ലേഖകനും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. അതും തയ്യാറാക്കുക. അതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പട്കഥ എഴുതാനും ചോദിക്കാം. എല്ലാവർക്കും ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും അടുത്ത പാഠത്തിൽ വീണ്ടും കാണാം. പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക, പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുക. സോ ഇന്നത്തേക്ക് ഗുഡ് ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.